ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എനിക്കിന്ന് ഈ വർഷത്തെ ആദ്യത്തെ ചക്ക അടർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീനാക്കി തന്നു. അപ്പോൾ ഞാൻ ഇതുകൊണ്ടൊരു പല വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വൺ ബൈ വൺ ആയിട്ട് നിങ്ങളെ എല്ലാം പരിചയപ്പെടുത്തുക. അപ്പോൾ ഓരോന്നും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വെറൈറ്റീസൊക്കെ നിങ്ങൾക്കും പരിചയപ്പെടാം. വറുത്തരിപ്പൊടി. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. പിന്നെ നമ്മൾ ചക്ക ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? ഒട്ടും തരിയില്ലാതെ വേണം അരച്ചെടുക്കാൻ. ഇവിടെ ഉപ്പെടുത്തിട്ട് വെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും ഇടിയപ്പത്തിന് വെള്ളം എടുക്കുന്ന പോലെ തന്നെ വെള്ളം എടുക്കുക. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്, 1 കപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇതിലേക്ക് ഞാൻ നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഒരു ശകലം മയത്തിന് വേണ്ടി. ഇത് അരച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും തരിയില്ലാതെ എടുക്കണം. അഥവാ തരി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ വലിയ അരിപ്പയ്ക്കകത്ത് നല്ലപോലെ വെള്ളം ചേർത്ത് അരിച്ചെടുക്കുക. ഈ സമയത്ത് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഒരു ടേസ്റ്റാണ്. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെയൊക്കെ സീസണാണ്. നമുക്ക് ചക്കയൊന്നും വെറുതെ കളയേണ്ട കാര്യമില്ല. ചക്ക ഷുഗറൊക്കെ ഉള്ളവർക്ക് പച്ചച്ചക്ക ഏറ്റവും നല്ലതാണ്. പുതിയ പുതിയ വെറൈറ്റീസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കും. അല്ലേ, ഫ്രഷായിട്ട് കിട്ടും. നല്ലൊരു ക്രീമി കളറാണ്. വെള്ളം കൂടിപ്പോകരുത്. കൂടിപ്പോയാൽ പൊടി ഇച്ചിരി ഇട്ടാൽ മതി. നല്ലൊരു ചെറിയ മണവും ഒക്കെ ഉണ്ട്. ആള് കൂടുതലുള്ളിടത്ത് ക്വാണ്ടിറ്റി കൂടുതൽ പൊടി വേണ്ടി വരും. അപ്പോൾ അതനുസരിച്ച് ചക്കയും ചേർക്കുക. അപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. അടിക്കൊന്നും പിടിക്കാതെ കിട്ടിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചത് കൊണ്ടാണ് നമുക്കങ്ങനെ അടിക്ക് പിടിക്കാതെ കിട്ടുന്നത്. നെയ്യ് ഒഴിക്കുമ്പം പീച്ചുന്നതിനും പാടില്ല, ഒരു നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ആറുമ്പം നമുക്ക് കൈകൊണ്ട് ഒന്നുകൊണ്ടൊന്ന് കുഴച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ ജോലി, ഒട്ടലൊന്നുമില്ല. ഒന്ന് ആറട്ടെ ജോലി. നമ്മുടെ മാവെല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമ്മളെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. നല്ല ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അത് പരിചയപ്പെടുത്തി തരികയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇച്ചിരി ജീരകപ്പൊടി, എള്ള എല്ലാം ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കും. നമുക്കിനി ഈ മുറുക്കൊന്ന് പീച്ചെടുത്താലോ. മുറുക്കെല്ലാം ബീച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഒരു വശം മൂത്തിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഒന്ന് മൂക്കുന്ന നമുക്ക് പറക്കിയെടുക്കാം. അപ്പോൾ നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ടെല്ലാം, കണ്ടില്ലേ? നല്ലൊരു ടേസ്റ്റാണ് ചക്കമുറുക്കന്. പിന്നെ ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇതുവരെ ചക്കമുറുക്ക് ഉണ്ടാക്കിയിട്ടില്ലാത്തവർ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യം മുതൽ അവസാനം വരെ ഒരുപോലെ കണ്ടെങ്കിലേ അതെങ്ങനെ എടുക്കണമെന്നുള്ളത് അറിയത്തുള്ളൂ. അതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. ഇനിയിപ്പോൾ അങ്ങോട്ട് ചക്കയുടെ സീസണാണ്. വെച്ചിരുന്ന ആർക്കെങ്കിലുമൊക്കെ ചക്ക കൊടുക്കാനുണ്ടെങ്കിൽ ദൂരെയൊക്കെ കൊടുത്തയക്കാനാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു വിടാവുന്നതാണ്.
അപ്പോൾ അധികം വെളിച്ചെണ്ണയൊന്നും നമുക്ക് ചിലവാകുന്നില്ല, കണ്ടില്ലേ, 1 കിലോ വെളിച്ചെണ്ണ ഒഴിച്ചതാണ്. അതുപോലെ തന്നെ ഉണ്ട്. വളരെ പെട്ടെന്ന് ചെയ്യാൻ, പീച്ചുന്നതിനൊന്നും ഒരു പാടുമില്ല. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണോടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടെ പ്രസ് ചെയ്യുക. അപ്പം എൻ്റെ വെറൈറ്റീസ് വീഡിയോസ് എല്ലാം കാണാവുന്നതാണ്. അപ്പോൾ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കമുറുക്ക് ഇവിടെ റെഡി ആയിരിക്കുന്നു. നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ. മൊത്തം കട്ട് ചെയ്താണ്ടോ.